സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പാണുള്ളത്. ഇടുക്കി, വയനാട് ജില്ലകൾ ഒഴികെ മറ്റു 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഇന്ന് സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനാണ് സാധ്യത എന്ന മുന്നറിയിപ്പാണ് നമ്മുടെ മുൻപിലുള്ളത്. ഇപ്പോൾ ഈ ചൂടിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാനായി കമലേഷ് കൂടി എന്നോടൊപ്പം ചേരുകയാണ്. കമലേഷ്, ഇന്നും അതിശക്തമായ ചൂട് അനുഭവപ്പെടുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുള്ളത്. 12 ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത്. സാധാരണഗതിയിനേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടിയേക്കാം. അതായത് വെന്തുരുകുന്ന അവസ്ഥ തന്നെയാകും ഇന്നും, അല്ലേ? മനു, ഗുഡ് മോർണിംഗ്. ഏതായാലും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ക്രമാതീതമായി ചൂട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊട്ടും കുറവില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുറവില്ല എന്ന് മാത്രമല്ല, ഓരോ ദിവസം കഴിയുന്തോറും ആ ചൂടിൻ്റെ കണക്ക് അല്ലെങ്കിൽ അതിൻ്റെ തോത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. നിലവിലിപ്പോൾ സംസ്ഥാനത്ത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കിയും വയനാടും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി 12 ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൂട് കൂടി തന്നെ അല്ലെങ്കിൽ ഉയർന്ന തോതിൽ തന്നെ ചൂട് നിലനിൽക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. 3 മുതൽ 4% വരെ ചൂട് ഉയരാനുള്ള സാധ്യത, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതിനേക്കാൾ 3 മുതൽ 4% വരെ ചൂട് ഉയരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ പാലക്കാടാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. അത് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനുള്ള സാധ്യത പറയുന്നു. മറ്റൊന്ന് കൊല്ലത്താണ്. പാലക്കാട് കഴിഞ്ഞാൽ കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മറ്റൊരു ജില്ല. അവിടെ 39 വരെ എത്താൻ 39 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് എത്താനുള്ള ഒരു സാധ്യതയും പറയുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വലിയ നിലയിൽ തന്നെ ചൂട് കൂടുന്നു എന്നുള്ളതാണ്. മറ്റ് ജില്ലകളുടെ കണക്കുകൾ കൂടി പ്രധാനമായും നോക്കിക്കഴിഞ്ഞാൽ പത്തനംതിട്ട, തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ, അതായത് ഈ പാലക്കാടും കൊല്ലവും കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 ജില്ലകൾ, അതായത് പത്തനംതിട്ട, തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാനുള്ള സാധ്യതയാണ് പറയുന്നത്. അതോടൊപ്പം കോട്ടയം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. എന്നാൽ തിരുവനന്തപുരത്ത് താരതമ്യേന കുറവാണ്. 36 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാനുള്ള സാധ്യതയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുന്നത്. ഏറ്റവും ചൂട് കുറഞ്ഞ് കാണപ്പെടുന്നത് തിരുവനന്തപുരത്താണ്. അതോടൊപ്പം ഇടുക്കിയും വയനാടുമാണ് ചൂട് കാര്യമായി ബാധിക്കാത്ത 2 ജില്ലകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ചൂട് നമുക്ക് ഒന്നെങ്കിൽ വയനാട്ടിലേക്കോ ഇടുക്കിയിലേക്കോ പോയാലോ? തൽക്കാലം ഇപ്പോൾ അതേ മാർഗമുള്ളെന്ന് തോന്നുന്നു. മനു, തീർച്ചയായും പലരും അത്തരത്തിലുള്ള യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ചൂട് വല്ലാതെ കൂടുമ്പോൾ ഒന്നുകിൽ വയനാട്ടിലെ ഏതെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇടുക്കിയിലേക്ക്, അതുമല്ലെങ്കിൽ പുറത്ത് ഊട്ടി, കൊടൈക്കനാൽ പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ചെറിയ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ വേനൽ അവധിക്ക്, പ്രത്യേകിച്ച് വേനൽ അവധി കൂടിയാണ്. ചൂട് വല്ലാതെ ഉയരുമ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് അത്തരം യാത്രകളൊക്കെ ആളുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും പോകാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു സങ്കടകരമായ കാര്യം. ഏതായാലും മനു, ചെറിയൊരു ആശ്വാസം, ഇത് പറയുമ്പോൾ തന്നെ ചെറിയൊരു ആശ്വാസം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് ഒരു വേനൽ മഴ ലഭിച്ചേക്കും എന്ന മുന്നറിയിപ്പ് വരുന്നുണ്ട്. 29-ാം തീയതി അത്തരത്തിലൊരു വേനൽ മഴ ലഭിച്ചേക്കുമെന്ന് പറയുന്നു. അത് 4 ജില്ലകളാണ് അതിനകത്ത് വരുന്നത്. കാസർഗോഡ്, കണ്ണൂർ, അതുപോലെ തന്നെ ഇടുക്കി, പത്തനംതിട്ട, ഈ 4 ജില്ലകളിൽ വേനൽ മഴ ലഭിക്കാനുള്ള സാധ്യത കൂടി ഇപ്പോൾ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ചൂടിന് യാതൊരു ശമനവുമില്ല. അത് ഓരോ ദിനവും അനുദിനം അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മനു, ശരി, ഏതായാലും ചൂടിന് ഒരു ശമനവുമില്ല. കമലേഷ് പറഞ്ഞതുപോലെ. കമലേഷ്, ഇതിനിടയിൽ ഒരു രസകരമായ കാര്യമുണ്ട്. കമലേഷിൻ്റെ നാട്ടിൽ നിന്നൊരു സുഹൃത്ത് ഇവിടെ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കാസർഗോഡ് കൊടും ചൂടാണ്. കമലേഷിൻ്റെ നാട് കായലാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. അവിടെയും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് കമലേഷിൻ്റെ നാട്ടിൽ നിന്ന് ഒരു സുഹൃത്ത് രാജീവൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത്. കമലേഷ് ഇതുവല്ല അറിയുന്നുണ്ടോ? മനു, രാജീവൻ പറഞ്ഞതൊരു അത്ര ശരിയാവണമെന്നില്ല. എന്തെന്നാൽ കാസർഗോഡ് ജില്ലയിൽ പൊതുവേ ചൂട് കൂടുതലാണ്. പക്ഷേ എൻ്റെ നാട് തെക്കേക്കാട് കായലാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു കാറ്റൊക്കെ അവിടെ വീശും. ചൂടുണ്ടെങ്കിൽ പോലും ചെറിയൊരു കായലിൽ നിന്നുള്ള ചെറിയൊരു കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ആശ്വാസം ഉണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയി വന്ന ഘട്ടങ്ങളിലൊക്കെ ചൂടുണ്ട് എങ്കിൽ പോലും കാര്യമായി അത് ഒരു തീരപ്രദേശമായതുകൊണ്ട് തന്നെ കാര്യമായി ആ ചൂട് ബാധിക്കുന്നില്ല എന്നാണ് കാണാൻ കഴിയുന്നത്. ശരി, അപ്പോൾ എന്തായാലും ചൂട് തുടരും. ശക്തമായ ചൂടാണ് തുടരുന്നത്.